പന്നിയിറച്ചി തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 10-13 ലക്ഷം ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറേ ആളുകൾ ആ വീഡിയോ അയച്ചു തന്നു. ചേട്ടാ നിങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ മറ്റേ ഇതിൻ്റെ പന്നിയിറച്ചിയുടെ നാട്ടിലെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള പോലെയാണ് കേട്ടോ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കണേ. ചുരുങ്ങിയത് 250-ൽ പരം മെസ്സേജുകളാണ് വന്നിട്ടുള്ളത് പ്രതികരിക്കണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ട് കൂടെ ആ പരിപാടികൾ എന്തായിരുന്നു, പ്രതികരണം അല്ല, ആ ചേച്ചിയുടെ പേര് അളകനന്ദ ചേച്ചി അല്ലേ? അളകനന്ദ ചേച്ചി ഒരു മീശ വെച്ചുള്ള ചേട്ടനല്ലേ നടത്തിയിരുന്നത്? ഇതൊന്നല്ല കേട്ടോ, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പ്രതികരിക്കുക. ഇതിപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെജോറിറ്റി ആളുകൾക്ക് അറിയാം സത്യത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് റബിഷാണെന്നും അതിൽ പ്രത്യേകിച്ച് സയൻസ് ഒന്നും ഇല്ലയെന്നും. എന്നാലും ഞാൻ പ്രതികരിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ട് അല്ലേ, ആ ചെമ്മരിയാടിന് രണ്ടിനെയും കൂടി തല്ലുകൂടിയിട്ട് മറ്റേ ചെന്നായ ഇടയിൽ ചോര കുടിക്കണ പോലെ ഇതൊരു കുൽസിതാക്കിയിട്ട് വീഡിയോയിൽ വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇടക്കണയൊക്കെ അടിച്ചിട്ട് നല്ല രസമുള്ള പരിപാടി എന്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് അതിന് നിന്ന് തരാം. റെഡി ബൂം പാ. അപ്പോ നമ്മുടെ ബൂം ബാങ്ക് പറഞ്ഞ പോലെ ആ ഇടക്കൊണ അടിക്കാൻ ഞാൻ റെഡിയാണ്. കേൾക്കാൻ നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ? അപ്പൊ എന്താണെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ഈ ബൂം ബാങ്ക് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനൽ. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പുള്ളിയുടെ കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം. എനിക്ക് പുള്ളിയുടെ ഹണ്ടിങ്ങിന് പോകുന്ന വീഡിയോസ് ആണ് എനിക്ക് കൂടുതൽ ഫേവറേറ്റ്. അപ്പം പുള്ളി എല്ലാ തരം, ഇപ്പൊ പന്നി ആയിക്കോട്ടെ മറ്റെന്താണ് ബീഫ് ആയിക്കോട്ടെ, ചിക്കൻ, പുള്ളി എല്ലാ സാധനങ്ങളും എടുത്ത് കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പന്നിയൊക്കെ പുള്ളി കുക്ക് ചെയ്യുമ്പം നമ്മുടെ പന്നിയുടെയൊക്കെ സിൻട്രാമണി വരെ എടുത്ത് പുള്ളി പല രീതിയിൽ കുക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചാനൽ തന്നെയാണ് കേട്ടോ. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പൊ എന്താണെങ്കിലും അദ്ദേഹം ഇന്നലെ ഇട്ടൊരു വീഡിയോ ആണിത്. അപ്പൊ അതിനകത്ത് ഈ പന്നിയിറച്ചിയെ പറ്റി, അല്ലെങ്കിൽ പന്നിയിറച്ചി കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും മറ്റേത് പറ്റുമെന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ട ഒരു വ്യക്തിയെ പുള്ളി എടുത്തങ്ങോട്ട് വറുത്ത് കീറുന്നത് ഞാൻ കണ്ടു. അപ്പൊ നിങ്ങളും അതായിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ അതിനകത്ത് വേറൊരു കാര്യം ശ്രദ്ധിച്ചു. അതായത് ബൂം ബാങ്ക് അണ്ണൻ കേരളത്തിലെ പ്രിയപ്പെട്ട നമ്മുടെ പച്ചവീട്ടിൽ പ്രശ്നേഷനിട്ട് ഒരു കൊട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ എന്താണെങ്കിലും കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പ്രശ്നേഷന്റെ ഒരു വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എന്താണെങ്കിലും ഇതും കൂടെ വന്നപ്പോൾ എന്നാ പിന്നെ അതും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് കുത്തി കയറ്റാന്ന് വിചാരിച്ചു. അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ബൂമാങ്കണ്ണൻ ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി എന്തായാലും നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾ ആരുടെ വീഡിയോ ആണോ ഈ ബൂം ബാങ്ക് എടുത്ത് ആ സൈഡിൽ വെച്ചേക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ഒന്നും കാണിക്കാൻ ഇവിടെ പോകുന്നില്ല. അദ്ദേഹത്തിന് ഈ പന്നി എന്ന് പറയുന്ന സാധനം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതം അതിനെ അനുവദിക്കില്ല. മതം എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാൻ താല്പര്യം ഇല്ലായിരുന്നു. എന്നാലും സത്യം അതായതുകൊണ്ട് ഞാൻ പറയുന്നു, പറ്റില്ല, അവർക്കത് ഹറാമാണ്. ചേട്ടന് അതുകൊണ്ട് തന്നെ അത് വെച്ചങ്ങ് ചൊറിയണം, അത്രേ ഉള്ളൂ. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല. ഞാൻ ഇവിടെ ഒരു കമന്റ് വെക്കാം. അവരുടെ ഈ ഒരു വ്യക്തിയുടെ വീഡിയോയിൽ, ബൂംബാങ്ങിന്റെ അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ആരുടെ വീഡിയോ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ അടിയിൽ വന്നൊരു കമന്റ് ആണിത്. സയന്റിഫിക് പ്രോബ്ലംസ് അല്ല, റിലീജിയസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു തരത്തിലുള്ള കമന്റുകൾ ഒരുപാടുണ്ട്. ഇത് ഈ അദ്ദേഹത്തിന്, അതായത് ഈ വീഡിയോ ഇട്ട ഈ പുള്ളിക്ക് വേണമെങ്കിൽ പന്നിക്കകത്തുന്നല്ല, നമ്മുടെ ബീഫിനകത്തും അല്ലെങ്കിൽ എന്താണ് ചിക്കനകത്തും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലെന്നല്ല, ഏത് നാട്ടിലും ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ഏതൊരു ആഹാര സാധനത്തിനകത്തും ഇന്ന് ദോഷങ്ങളുണ്ട്. അത്ര പ്യുവറായിട്ടുള്ള ഒരു സാധനവും നമ്മൾ ഇന്ന് കഴിക്കുന്നില്ല. അത് നമ്മുടെ ഗതികേട് ഇപ്പോഴത്തെ. അതുകൊണ്ട് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് ഇതിൽ മാത്രമാണ് ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് ആ സാധനം ഇഷ്ടമല്ലാത്തതിന്റെ പേര് നമ്മൾ അതിനകത്തെ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കാനിരിക്കും. അത്രേ ഉള്ളൂ. എനിക്കതേ ഇതിനകത്ത് പറയാനുള്ളൂ. ഇപ്പം ബൂം ബാങ്ക് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഈ ചാനലിനകത്തൂടെ പുള്ളി ഭയങ്കരമായിട്ട് സയന്റിഫിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോയി കാണാം. പുള്ളി പറയുന്നുണ്ട് പന്നിക്കകത്ത് പ്രശ്നമുണ്ട്, എന്താണ് നമ്മുടെ ഇതിനകത്ത് എന്താ പറയുക, എല്ലാത്തിനകത്തും എല്ലാ തരം, ഇപ്പൊ ചിക്കനകത്താണെങ്കിലും ശരി, മീനിനകത്താണെങ്കിലും ശരി, ഞാൻ പന്നി ബീഫ് എല്ലാം കൂടെ കുഴഞ്ഞു പോയി അല്ലേ. അപ്പൊ എന്താണെങ്കിലും ഏതൊരു മീറ്റിനകത്താണെങ്കിലും പ്രശ്നങ്ങളുണ്ട്. പാരസൈറ്റ്സ് ഉണ്ട്, വെജിറ്റബിൾസിനകത്ത് കാണും. അപ്പൊ അതൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പോകും എന്നാണ് ബൂം ബാങ്ക് പറയുന്നത്. പോവായിരിക്കും, ഒരു പരിധിവരെയൊക്കെ പോവായിരിക്കും. പക്ഷെ എന്നാലും പോവാത്തൊക്കെ കാണും. നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ പോകുന്നുണ്ട്, പല ഫുഡ് ഐറ്റംസ് ചെയ്യുന്നു. അതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി നോൺ വെജ് നിർത്തി വീട്ടിൽ തന്നെ പച്ചക്കറിയൊക്കെ കുക്ക് ചെയ്ത് യാതൊരുവിധ കെമിക്കലുകളും യൂസ് ചെയ്യാതെ കുക്ക് ചെയ്തൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അത് പോസിബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാര സാധനത്തിനകത്തും എന്തെങ്കിലുമൊക്കെ കാണുവടേ.
ഇല്ലേ? നിങ്ങൾ പറ, കമന്റ് ബോക്സ് ഉണ്ട്, നിങ്ങൾ പറ, നമ്മൾ അത്ര പ്യൂർ സാധനങ്ങളാണോ ഇവിടെ കഴിക്കുന്നത്? അപ്പൊ അതൊക്കെ അങ്ങോട്ട് പോട്ടെ. നിങ്ങൾക്ക് പുള്ളിയുടെ വീഡിയോ, ബൂം ബാങ്കിന്റെ വീഡിയോ പോയി കാണാം, പുള്ളിയുടെ ചാനലിൽ പോയി വീഡിയോ കാണാം. കാരണം അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പുള്ളി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതല്ല ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്പോസ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. വേറൊരു കാര്യം, ബൂം ബാങ്ക് പറഞ്ഞ വേറൊരു സാധനമുണ്ട്, ഇതൊന്ന് കേട്ടെ. ടോക്സോപ്ലാസ്മ ഗോണ്ടിയായി ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ശരിയാണ്, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ്സ് അല്ലാണ്ട് ഇമ്പടെ ശരീരത്തിലും ആയിരക്കണക്കിന് പാരസൈറ്റ്സ് ഉണ്ട്, ബീഫിലും ഉണ്ട്, ഇതിലും ഉണ്ട്. ഇതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചത്തോളും. അതിലേക്ക് പുള്ളി അടുത്തത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് ഇങ്ങനെ സംശയം പോകുന്നു, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഗൂഗിൾ ചെയ്ത്, നമ്മളെങ്ങനെ ഗൂഗിൾ ചെയ്യുക? പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടോ? പാരസൈറ്റ് ഉണ്ട്. ഡോബേ പേടിച്ചു, നമ്മൾ പാരസൈറ്റ് ഇത് കേൾക്കുമ്പോഴേക്കും നമ്മൾ പേടിച്ചു ഇല്ലേ? നമ്മളപ്പോൾ തന്നെ അത് ശരിയാട്ടാ, പന്നിയുടെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ട്, ഇനി തൊടണ്ട. ചിക്കൻ്റെ ശരീരത്തിൽ പാരസൈറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ നോക്കണം നമ്മൾ. ചിക്കൻ്റെ ശരീരത്തിനുള്ളിൽ പാരസൈറ്റ് ഉണ്ടോ, പച്ചക്കറികൾക്കുള്ളിൽ പാരസൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പം എന്ത് കിട്ടും? പച്ചക്കറികൾക്കുള്ളിൽ പാരസൈറ്റ് ഉണ്ട്, ചിക്കൻ്റെ ഉള്ളിൽ പാരസൈറ്റ് ഉണ്ട്, നമ്മുടെ കൃമിയിലൊക്കെ പാരസൈറ്റ് ഉണ്ട്. നമ്മൾ ജിമ്മിൽ പോകണോടത്തുനിന്നൊക്കെ പാരസൈറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കയറുന്നുണ്ട് ഇല്ലേ? കണ്ടിട്ടില്ലേ? ജിമ്മിൽ പോകണില്ലേ, നമ്മൾ ഷെയ്ക്കിൻ്റെ കൊടുക്കണില്ലേ, ഇവിടെ ഒക്കെ പാരസൈറ്റ് ഉണ്ട്. അപ്പം മനുഷ്യൻ തൊടുന്ന എവിടെയൊക്കെ പാരസൈറ്റ് ഉണ്ട് എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. അപ്പോൾ അവിടെയൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റേ പച്ച കിണർ എന്താ പേര്, പച്ച ഒരു പുള്ളി ഉണ്ടല്ലോ ഫുള്ള് സാനിറ്റൈസ് ചെയ്ത് ആക്കണേ, ഇതുപോലെ നമ്മൾ മേലെ കൂടെ സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നടക്കണം ഫുൾ ടൈം. വായലിക്കും കുറച്ച് ഒരു 4 കപ്പ് സാനിറ്റൈസർ വെച്ച് കുടിക്കേണ്ടി വരും. മേത്തൂടെ സാനിറ്റൈസർ ഒഴിച്ച് നടക്കേണ്ട വരും എന്നാണ് ബൂം ബാങ്ക് പറയുന്നത്. അവിടെ പറഞ്ഞു വെച്ചത് വേറെ ആരെയല്ല, കേരളത്തിന്റെ പ്രിയപ്പെട്ട പച്ച വീട്ടിൽ പ്രശ്നേഷ് കുമാരൻ. ഇപ്പൊ ഇനി ഇത് കാണുവാണെങ്കിൽ എന്റെ ദൈവമേ, പച്ചേച്ച് കുമാരന്റെ വക ഒരു കൊണ കാണും ഡെഫിനറ്റ്. ഒക്കെ എടുത്തോണ്ട് വരും. ഞാൻ ഇന്റർനാഷണൽ ആയി, എന്നെ ഇത് പുറത്തുനിന്നൊക്കെ ആൾക്കാർ പറയുന്നു, റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെ വലിയ സാധനം പറഞ്ഞുകൊണ്ട് മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്തായാലും എനിക്ക് അത് എടുത്ത് റിയാക്ട് ചെയ്യണ്ട. അതിന് മുമ്പ് ഞാൻ അങ്ങ് ചെയ്ത് വിടാന്ന് വിചാരിച്ചു. അവന്റെ കൂടെ കേൾക്കാൻ വയ്യടേ. കാരണം ലൈക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രശ്നേഷിന്റെ ഒരു വീഡിയോ ഉണ്ട്, എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വന്നു കേട്ടോ. അത് നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അവന് പണ്ടൊരു ആക്സിഡന്റ്, അവനെ ആരോ നടുവിന്റെ ഭാഗത്ത് കുത്തി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. അതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് അത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സങ്കടം വന്നു നിന്റെ ഈ ഒരു കഥ കേട്ടപ്പോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറുക്കൻ എങ്ങനെയൊക്കെ നിന്ന് കളിക്കാമോ അങ്ങനെയൊക്കെ നിന്ന് കളിച്ചോണ്ടിരിക്കുക. ഇപ്പം സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെയും കൊണയടി. ഞാനത് ആലോചിക്കുന്നു, ഇവൻ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് കുറച്ച് ആൾക്കാരെ ഒരു സ്നേഹം പറ്റിയ ഉടനെ തന്നെ ഇവൻ വന്നിട്ട് എന്തെങ്കിലും ഒരു കൊണയടിക്കും. അപ്പൊ വീണ്ടും ഇവന് പണി കിട്ടും. ഇനിയിപ്പോ ഈ ബൂം ബാങ്ക് ഒക്കെ അവനെ പ്രശ്നേശ, നീ ഇത് കാണുമ്പോഴത്തേക്ക് നിന്നെ എന്തോ വലിയ പൊക്കി പറഞ്ഞ കണക്കാ തോന്നും നിനക്ക്, നീ അല്ലെങ്കിൽ അതേ ചെയ്യുള്ളൂ. പക്ഷെ പുള്ളി നിന്നെ അത്ര നല്ല വ്യക്തിയായിട്ടൊന്നും അല്ല. പുള്ളി പറയുന്നത് നീ മറ്റേ 24 മണിക്കൂർ സാനിറ്റൈസർ കുടിച്ച് നടക്കണമെന്നൊക്കെയാ പുള്ളി പറയുന്നത്. കാരണം ക്ലീനിങ് ഒക്കെ വേണം, നമുക്ക് ഇച്ചിരി നമ്മുടെ ബോഡിയൊക്കെ കുറച്ച് പ്യൂർ ആയിട്ട് ലൈക്ക് ആവശ്യമില്ലാത്ത ബാക്ടീരിയലൊക്കെ കയറാൻ നമ്മൾ നോക്കണം. പക്ഷെ അത് ഒരു പരിധിയിൽ കൂടുതൽ അധികമായാൽ അമൃതും വിഷമാണ് മോനെ. അത് നീ ഒന്ന് മനസ്സിലാക്കുക. നിന്റെ ഈ ഒരു കോണ, ഞാൻ വേറൊരു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വീണ്ടും നിന്നോടൊരു പുച്ഛമാണ് തോന്നുന്നത് നീ കാണിക്കുന്ന ഓരോ കാട്ടയങ്ങൾ കാണുമ്പോൾ. ഇന്നലെ ഞാൻ ഇവന്റെ ഒരു വീഡിയോ കണ്ടു, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അതിന്റെ സ്റ്റാർട്ടിൽ തന്നെ ഇവൻ പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് അടയാണ് കേട്ടാ. നല്ല ഓർഗാനിക് ആയിട്ടുള്ള അടയാണ്. കൊള്ളാം കേട്ടാമ്മ, ടേസ്റ്റ് ഉണ്ടോ? അയ്യോ, ഞാൻ പല്ലേക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ കഴിച്ചിട്ട് കേൾക്കാം അല്ലേ. ഓറൽ ഹൈജീൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 നേരം, അറ്റ്ലീസ്റ്റ് 2 നേരം പല്ല് തേക്കേണ്ടതായിട്ടുണ്ട്, രാവിലെയും രാത്രിയും. നീ രാവിലെയും രാത്രിയിലും ഉച്ചയ്ക്കും ഒക്കെ നീ പല്ല് തേക്ക്, നിന്റെ ഇഷ്ടം. ഞാൻ അതിനകത്തൊന്നും പറയാനല്ല വന്നത്. അവൻ ആ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓർഗാനിക് ആയിട്ടുള്ള മണപ്പിച്ച് നോക്കിയിട്ട്, അട മണപ്പിച്ച് നോക്കിയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള അടയാണെന്ന്. അല്ല ഇവനെ എന്താ പറയണ്ടത്? നിങ്ങൾ തന്നെ പറ. ഇപ്പൊ മണ്ടത്തരം കാണിക്കുന്നതാണോ മനഃപൂർവ്വം, അതോ ഈ പൊട്ടൻ അറിയാത്തോണ്ട് ഇവൻ പറയുന്നതാണോ? ഈ അട ഉണ്ടാക്കുന്നത് ഗോതമ്പൊടി വെച്ചിട്ടല്ലേ? ഈ ഗോതമ്പൊടി അത്ര ഓർഗാനിക് ആണെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? കെമിക്കലൊക്കെ ചേർത്തായിരിക്കും ചിലപ്പോൾ വരുന്നത്. ചിലപ്പോൾ നീ തന്നെ കൊണ്ട് പൊടിപ്പിച്ച് വന്ന സാധനം ഗോതമ്പായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ നീ ഈ ഗോതമ്പ് വീട്ടിലുണ്ടാക്കുന്നില്ലല്ലോ, വിളയിക്കുന്നില്ലല്ലോ. അവർ വിളയിക്കാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടോ? നിനക്കെന്താ ചേർത്തിട്ടില്ല എന്നുള്ളതിന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? ഓർഗാനിക് ആണ്, മണപ്പിച്ച് നോക്കുക. ഇതൊക്കെ കാണുമ്പോൾ ആശാനെ നിന്നെ നാട്ടുകാരെടുത്ത് വെച്ച് ഊക്കും. ഇതിന് നീ പിന്നെ സങ്കടപ്പെട്ടിട്ട് നിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് മറ്റേ ആൾക്കാർ അത് പറയുന്നു ഇത് പറയുന്നു എന്ന് പറഞ്ഞ് കാരണമായിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ല? അത് നീ ആയിട്ട് മേടിച്ച് വെക്കുന്നതാ. ഇപ്പൊ വീണ്ടും ഇവന്റെ ഒരു കൊണയുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു സാധനം കേട്ടോ ഇത്.
എന്താണ് ബ്രോ, പേടിയായിട്ടാണ് നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കാത്തത്? ആണുങ്ങൾ പോലെ കണ്ണിൽ നോക്കി സംസാരിക്കുക, മുന്നിൽ വന്ന് സംസാരിക്കുക. എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പം ഞാൻ പറയാം എൻ്റെ പ്രശ്നം എന്താണെന്ന്, നിന്റെ പ്രശ്നം എന്താണെന്ന്. അല്ലാണ്ടൊരുമാതിരി പേടിത്തൂറികളെ പോലെ, കുറുക്കൻ്റെ കുഞ്ഞുങ്ങളെ പോലെ കൂവിക്കൊണ്ട് വണ്ടിയിൽ മുഖവും പൊത്തി ഒളിച്ചിരുന്നല്ലേ പോകേണ്ടത്. ഒന്നുമില്ലേ നിന്റെ നാടല്ലോ, വട്ടോടെയല്ലേ, ഇത് എൻ്റെ നാടുമല്ലേ, എനിക്കും ഒരു ഹോൾഡ് ഇല്ലാത്ത നാടാണ്. അപ്പോൾ ഒന്നുമില്ലേ നേരിട്ടൊന്ന് സംസാരിക്കാം, നമുക്ക് സംസാരിച്ച് തീർക്കാം. ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ ആലപ്പുഴ മാത്രമേ കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ട് കൂളിംഗ് ഗ്ലാസ്സെല്ലാം വെച്ചുകൊണ്ട് നടക്കേണ്ടി വരുള്ളൂ. ഇവിടെ അങ്ങനെ അനോണിമസ് ഒന്നും കളിക്കേണ്ടി വരില്ല എന്നാണ്. പക്ഷേ എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്രയൊക്കെ അനോണിമസ് ആവാൻ നോക്കിയെന്ന് പറഞ്ഞാലും ഒരുപാട് ഫാൻസും ഹേറ്റേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവന്മാർക്കില്ല എന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എന്നെ ഈ ഇരട്ടപ്പേരോ വിളിപ്പേരൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഇവന്മാരോടൊന്നും ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. എനിക്ക് വേണ്ടി എടാ മോനെ, നീ പറഞ്ഞതിനകത്ത് ഹേറ്റേഴ്സ് ഓക്കെ, ഫാൻസ് ഒക്കെ ഉണ്ടോ നിനക്ക്? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അതുപോലെ തന്നെ നീ എന്തിനീ അനോണിമസ് ആയിട്ട് നടക്കുന്നത്? നിനക്ക് ഇടി കിട്ടും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമല്ല നീ അനോണിമസ് ആയിട്ട് നടക്കുന്നത്. ഇല്ലെങ്കിൽ നിനക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെങ്കിൽ എന്തിനാ നീ അങ്ങനെ? ഫാൻസ് വരട്ടെ, നീ അവരോട് ഫോട്ടോ ഒക്കെ എടുക്ക്, അത് നല്ല രസമല്ലേ. പക്ഷെ നീ എന്തിനാ ഈ പേടിച്ച് മറിച്ച് നടക്കുന്നത്? പിന്നെ മറ്റുള്ളവർ നേരിട്ട് വന്ന് സംസാരിക്കണം. എടാ നേരിട്ട് നീ താമസിക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയാമോ? നീ ഫിൻലാൻഡിലോ അമേരിക്കയിലോ ഒന്നും അല്ല, നീ കേരളത്തിലാ. ഇവിടെ ഊക്ക് കിട്ടും, മനസ്സിലായോ? നാളെ ചിലപ്പോൾ എനിക്കും കിട്ടും, അത് മേടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഒരു സൈഡിൽ കൂടെ നമ്മൾ വേറെ എന്തൊക്കെയോ കാണിച്ച് നമ്മൾ ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് ചെന്ന് വി ആർ ഏണിങ് സംതിങ്. അത് ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയാ. അപ്പൊ പിന്നെ നമുക്ക് കിട്ടും, അത് നമ്മൾ മേടിച്ചേ പറ്റുള്ളൂ. പിന്നെ അറിയാത്ത കാര്യത്തിനാണെങ്കിൽ നമുക്കൊരു സങ്കടം വരും. നീ പക്ഷെ അറിയാത്ത കാര്യത്തിന് നീ മേടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയായിട്ട് ചോദിച്ച് മേടിക്കുന്നതാ. ഇനി വേറൊരു സാധനം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇപ്പൊ ഇവനൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്, അതിനുള്ളൊരു മറുപടി ആയത്. നമ്മൾ നൈസായിട്ട് ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അവന്മാർ നൈസായിട്ട് കയറി അങ്ങ് പോയേച്ച്. ഇത്രയും പേടിത്തൂറുകളാണെങ്കിൽ എന്തിനാണ് വെറുതെ ഒരാളുടെ അടുക്കലോട്ട് എനിക്ക് പോണത്? ഞാൻ വലിയ സംഭവമാണെന്നല്ല, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നമുക്ക് സംസാരിച്ച് തീർക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ വട്ടവടയിൽ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാറിൻ്റെ ഒക്കെ അതിലെ വന്നപ്പോഴത്തേക്കും ഈ ഒരു വലിയ തടാകം കണ്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒരുപാട് വേസ്റ്റ് എല്ലാം കിടക്കുന്നുണ്ടപ്പോഴത്തേക്കും അത് ക്ലീനപ്പ് ആക്കാനായിട്ടുള്ളൊരു പ്ലാനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു പറ്റം ഉളകൾ സൈഡിൽ കൂടെ പോയത്. ഇത് മറ്റേ പച്ചമയിരനല്ലേന്ന്. നേരിട്ട് വന്ന് നീ എന്നെ വിളിക്ക്, അല്ല കൂട്ടത്തിനിടയിൽ നിന്ന് ഓലിയിടാൻ ഏത് കുറുക്കനും മക്കൾക്കും പറ്റും. അച്ഛനെയും അച്ഛനെയൊക്കെ കുറുക്കനായിട്ട് നാട്ടിലെ വൻ മാസ് ഡയലോഗ് ഒക്കെയാണ്. അപ്പൊ എന്റെ പ്രശ്നേഷ് കുമാര, നീയായിട്ട് ചൊറിഞ്ഞ് നാട്ടുകാരെ നേടി മേടിക്കരുത്. നീ എന്തിനാ ക്യാമറ എടുത്തത്? അവർ നിന്നെ ഉപദ്രവിക്കും, അത് റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കാം എന്നുള്ള ഒരു മൂഡിലല്ല ക്യാമറ എടുത്തത്. അത് അവന്മാർക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് അറിയാം, അതുകൊണ്ട് അവന്മാർ അങ്ങ് പോയി. നീ ക്യാമറ എടുക്കാതിരുന്നെങ്കിൽ ചിലപ്പോൾ നേരിട്ട് വന്ന് രണ്ട് താടിക്ക് തട്ട് തന്നിട്ടായിരിക്കും പിള്ളേരൊക്കെ പോകുന്നത്. പിന്നെ മാറി നിന്ന് നിന്നെ തെറി പറയുന്നതും അതേ പച്ച ആ പോകുന്നതും പറയുന്നതും ഒക്കെ എടാ അത് പറയൂടാ. നീ അങ്ങനെയുള്ള പരിപാടികളാ കാണിച്ചു വെച്ചേക്കുന്നേ. നിന്റെ കൊണയടി മറ്റേ ഫോർക്കും കൊണ്ട് കുത്തി മണപ്പിച്ചിട്ട് തിന്നുക, എങ്ങനെ പറയാതിരിക്കും കൂട്ടുകാരാ നിന്നെ നാട്ടുകാര്? നീ എന്നിട്ട് മെഴുകുകയും ചെയ്യും. ഇതിന് നീ തന്നെ ഒപ്പിച്ചു വെക്കുന്നയാടാ. ഇതിപ്പോ ഇന്റർനാഷണൽ ലെവലിൽ നിന്ന് കിട്ടിയ ലോക്ക്. ഇനി എന്തായാലും നീ അത് പൊക്കി പിടിച്ച് അടുത്ത വീഡിയോ കൊണ്ട് വാ. അതല്ലാതെ ഇപ്പം വേറൊന്നും എനിക്ക് അതിനകത്ത് പറയാനില്ല. അതും വളരെ നല്ല കാര്യമായിട്ട് ഇവൻ പൊക്കി പിടിച്ചോണ്ട് വരും. അവന്റെ ബ്രാൻഡിനെ ഉയർത്താൻ വേണ്ടി ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അത് ഗുണകരമായി. എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പച്ച സുഹൃത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ചോദിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, നേരത്തെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഇവനെ, ഞങ്ങൾ അങ്ങനെ ഇവനെ ഡീപ്പ് ക്ലീനിങ്, വീടും പരിസരമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വിളിച്ചു. അന്ന് ഇവൻ ഞങ്ങളെ കൊണ്ട് താങ്ങാത്ത ഒരു എമൗണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് 10-20,000 രൂപ കണ്ട് ഇവൻ പറഞ്ഞു വീടും പരിസരവും ക്ലീൻ ചെയ്യുന്നതിന് എന്ന് പറഞ്ഞ് അവര് എന്നോട് നോർമലായിട്ട് പറഞ്ഞു. എനിക്കറിയില്ല ഇനി ഇദ്ദേഹം ഇവരിപ്പോൾ വന്നിട്ട് പറയും അത്രയും പൈസ ഒന്നും ഇല്ല, ഇല്ലെങ്കിൽ അത് ആവശ്യമാണെന്നൊക്കെ പറയുമായിരിക്കും. ഞങ്ങളപ്പോൾ ആലോചിച്ചപ്പോഴത്തേക്ക് 2-3 ദിവസം ഒരു 2-3 ചേട്ടന്മാരെ നിർത്തി വീടും പരിസരവും ക്ലീൻ ചെയ്യിക്കുന്നതിന് കൂടിപ്പോയി കഴിഞ്ഞാൽ 1,000 രൂപ വെച്ചിട്ട് 3 ദിവസമോ 4 ദിവസമോ 14,000 5,000 രൂപ ആവത്തുള്ളൂ. ഇവൻ ഈ 20,000 രൂപയും കൊണ്ടൊക്കെ പറഞ്ഞ് ഇവന്റെ ബ്രാൻഡും വളർത്താൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അളിയാ നീ മറ്റേ നിന്റെ കുപ്പിയിൽ ഏതൊരു കുപ്പി എടുത്തിട്ട് അതിനകത്ത് മറ്റേ പച്ച ലിക്വിഡ് ഉണ്ടാക്കി ക്ലീൻ ചെയ്യുന്നതിനാണോ നീ 20,000 രൂപയൊക്കെ മേടിക്കുന്നത്? അല്ല, അറിയാൻ പാടില്ലാണ്ടാ, ചിലപ്പോൾ അതിന്റെയൊക്കെ പണിയും കാണും കേട്ടോ. ഇല്ലാന്നല്ല, നമുക്ക് അതിനെപ്പറ്റി ഒരു പരിധി കൂടുതൽ അറിയില്ല. പക്ഷെ നമ്മളൊക്കെ വീടിന്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യാൻ ആളെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,000 രൂപ കൊടുത്താൽ മതി. രാവിലെ വരും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോകും. ഇത് ഇത്രയും പൈസയൊക്കെ നമുക്ക് അറിയില്ല. ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു മറ്റേ ഭിത്തിയൊക്കെ ചുരണ്ടി എടുത്ത് ക്ലീൻ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്താണെങ്കിലും കൂട്ടുകാര പ്രശ്നേഷ് കുമാര നിനക്ക് വരുന്നുണ്ട്, എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. അപ്പൊ ജനങ്ങളെ നിങ്ങൾ ഓർത്തു വെച്ചോ, മിക്കവാറും ഈ പോക്ക് പോകുന്നത് അടുത്ത ബിഗ് ബോസിലേക്ക് പച്ചക്കുട്ടന് കയറാനുള്ള ഒരു പോക്കാണ് അവന്റെ. അങ്ങനെയാണെങ്കിൽ അവൻ അതിനകത്ത് കയറി നിന്ന് പുഴുങ്ങും, അത് ഡെഫിനിറ്റ് ആണ്. അകത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കണ്ടറിയാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ബൂംബാങ്ങിന്റെ വീഡിയോ നിങ്ങൾ പോയി ഒന്ന് കാണുക. കാരണം അതിനകത്ത് വ്യക്തമായിട്ട്, പ്രത്യേകിച്ച് ഈ പോർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ എടുത്തു വെച്ച് ഉടുക്കും. അതിനകത്ത് ബൂംബാങ് ഒരുത്തന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അവനെ വെച്ച് അങ്ങ് താങ്ങും. കാരണം അവന് ഇഷ്ടമല്ല, അവൻ അതിന്റെ പുറത്തങ്ങ് ചെയ്തേ, ഇത്രേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക.